ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവാദം വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെ കോലാഹലുണ്ടായി. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, മൂപ്പരിപ്പോഴും സമാധാനത്തോടെ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുകയാണ്. എന്നാലും മുഖ്യമന്ത്രിയുടെ തൊലിക്കട്ടി സമ്മതിക്കണം കേട്ടാ. സ്വന്തം മുന്നണിയിലെ എല്ലാവരും ഒരേ സ്വരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും CM-ന് ഇപ്പോഴും ഒരു കൂസലുമില്ല. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവാദം മുഖ്യമന്ത്രിനെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, LDF-നെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയില്ലേ. കാര്യങ്ങൾ കൈവിട്ടു പോവാണെന്നും കോംറേഡ്സിനൊക്കെ ജിമാരുമായി അന്തർധാര സജീവാണെന്നും പ്രതിപക്ഷത്തുനിന്ന് വിമർശനം വന്നതോടെ സ്ട്രോങ് ആയി CPI രംഗത്ത് വന്ന് അവരുടെ നിലപാട് പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും നിലപാടാണ്. ആ നിലപാടിന് മാറ്റമില്ല. ADGP എന്തിനു വേണ്ടി വീണ്ടും നടന്ന് കാണുന്നു RSS നേതാക്കളെ ഊഴമിട്ട് ആണ് വിഷയം. കേരളത്തിലെ ക്രമസമാധാന ഭരണ ചുമതലയുള്ള ADGPക്ക് RSS-ന്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്താ അടിസ്ഥാനം? CPIക്ക് പിന്നാലെ NCP-യും RJD-യും ഒക്കെ രംഗത്ത് വന്നു. ADGP-നെ മാറ്റി നിർത്തണമെന്ന് നിലപാട് പറഞ്ഞു. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കൊണ്ടായില്ല. സ്വന്തം പാർട്ടിയേക്കാൾ വലുത് ADGP-യെ രക്ഷിക്കലാണെന്ന മട്ടില് മുഖ്യമന്ത്രി ഒരു രക്ഷകനെ പോലെ എപ്പോഴും നിന്നു. LDF-ലെ ഘടകകക്ഷികളിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും തലവേദനയെ തോന്നിയത് CPI ആണ്. ഇടയ്ക്കിടയ്ക്കുള്ള ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പറച്ചില് CM-ന് അത്ര ബോധിക്കണില്ലേട്ടാ. വളരെ സ്ട്രോങ് ആയി ആഞ്ഞടിച്ചിരുന്ന ബിനോയ് വിശ്വത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് ആർക്കൊന്നും മനസ്സിലായില്ല. ബിനോയ് വിശ്വത്തിന് ആരാണാവോ കണ്ണുരുട്ടി പേടിപ്പിച്ചത്? മൂപ്പരി പാക സൈലന്റാ. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാൻ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ബോധമുണ്ട്. അതിനർത്ഥം അനന്തമായി നീണ്ടുപോകാൻ പാടില്ല. മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് കൂടിക്കാഴ്ച നടത്തി പുറത്തിറങ്ങിയതിന് ശേഷം ഇത്രയും കോലാഹലം ഉണ്ടാക്കി അൻവറാട്ടം വരെ സൈലന്റ് ആയി. പിന്നെയാണോ ബിനോയ് വിശ്വം? അങ്ങനെ കീഴടങ്ങിയെന്ന് പലരും വിധിയെഴുതി. അവിടെ തീർന്നു CPI-യുടെ ശൗര്യം എന്ന് കരുതിയവരോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടാ. കഥ ഇവിടെ തീർന്നില്ല മക്കളെ. ഫിനിക്സ് പക്ഷിയെ പോലെ CPI ഉയർത്തെണീക്കുകയാണ്. ബിനോയ് വിശ്വം സൈലന്റ് ആയാൽ ശക്തിയുക്തം ആരോപണം ഉന്നയിക്കാൻ വേറൊരാൾ വരുന്നു, സാക്ഷാൽ K പ്രകാശ് ബാബു. ബിനോയ് വിശ്വം കീഴടങ്ങിയെടുത്തുനിന്ന് മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രകാശ് ബാബു. ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പ്രഖ്യാപിതമായ നയത്തിൽ നിന്നുള്ള ഒരു മാറ്റം, ആ നയത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടില്ല. ആ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ രഹസ്യമായി സംഭാഷണം നടത്തി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിൽ ആശങ്കയുണ്ടാകും. ഇടതുമുന്നണിയുടെ ആശയങ്ങളൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ നിൽക്കണ്ടട്ടാ. അതൊന്നുമല്ല, ADGP-യുടെ കാര്യം മാത്രമാണ് ഞങ്ങളുടെ CM-ന്റെ മനസ്സിൽ ഇപ്പം ഉള്ളത്. ADGP കൊല്ലാൻ കൂട്ടുനിന്നു, കൊല്ലിക്കാൻ കൂട്ടുനിന്നു, സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നു എന്നൊക്കെ പറയണത് വെറും ആരോപണങ്ങൾ മാത്രമല്ലേ? അങ്ങനെ ആരോപണങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയാണോ കുഞ്ഞുങ്ങളേന്നാണ് നമ്മുടെ CM നിഷ്കളങ്കനായിട്ട് ചോദിക്കണത്. ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തിയത്. ഓർമ്മിപ്പിക്കേ? എന്തുട്ട് ഓർമ്മിപ്പിക്കല്? ഇരട്ടച്ചങ്കനെ ഓർമ്മപ്പെടുത്താൻ മാത്രം വളർന്നോ നിങ്ങള്? RSS കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രശ്നമാണെന്നും ഗുരുതരായ രാഷ്ട്രീയ കുറ്റാണെന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയണത്? CM-ന്റെ കണ്ണില് അതൊക്കെ ADGP-യുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അല്ലേ, ഒരാൾക്ക് വേറൊരാളെ കാണാനുള്ള അവകാശം പോലും ഇല്ലേ ഈ നാട്ടില്? കഴിഞ്ഞ ദിവസം ഇവിടെ LDF കൺവീനറും പറഞ്ഞത് കേട്ടതല്ലേ നിങ്ങള്? കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരുന്നു, കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ? എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊക്കെ കണ്ണുണ്ടായി പോയില്ലേ. അപ്പൊ പിന്നെ ചില കൂടിക്കാഴ്ചകളൊക്കെ സ്വാഭാവികമാണ്. അതിന് ആ സെൻസിലെടുത്താൽ പോരെ എന്നാണ് LDF കൺവീനറും ചോദിക്കണത്. ഇതൊന്നും എന്താണ് CPI മനസ്സിലാക്കാത്തത്? കഷ്ടാണ് കേട്ടോ. കോംറേഡ്സ് തറവാട്ടിൽ ഒരു എതിർ ശബ്ദം, ഇതൊന്നും ഇവിടെ അംഗീകരിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അജിത് കുമാർ പിന്നെ RSS-ന്റെ നേതാക്കളെ കണ്ടത് 2023 ആ സന്ദർശനം അദ്ദേഹം തന്നെ ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പോയി എന്നും ഇവരെ രണ്ടുപേരെ കണ്ടു എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, RSS നേതാക്കളായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ADGP തന്നെ സമ്മതിച്ചതല്ലേ. അപ്പൊ പിന്നെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ നടപടിയുള്ളൂ എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. രാഷ്ട്രീയ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ ഒരു റിപ്പോർട്ടിനും കാത്തിരിക്കേണ്ടെന്നാണ് CPI-യുടെ അഭിപ്രായം. CM ഇതൊക്കെ കേൾക്കണ്ടല്ലേ? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി.
പിന്നെ ആകെയുള്ളൊരു ആശ്വാസം DGPയുടെ അന്വേഷണ ശുപാർശയാണ്. ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുന്നാണല്ലോ ആദ്യം പറഞ്ഞത്. പക്ഷെ ആ സീനിലും ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. DGPയുടെ അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രിക്ക് വലിയ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അജിത് കുമാറിനെ തൊടാൻ വിജിലൻസിനും ചെറിയൊരു പേടി. DGPക്ക് പേടി, വിജിലൻസിന് പേടി, CMന് പേടി. സത്യത്തിൽ നമ്മുടെ ADGP ആരാ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. എന്നാലും CPIക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഒന്നുമില്ലെങ്കിൽ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ CPI. അവരുടെ വാക്കിന് മുഖ്യമന്ത്രി വില കൊടുത്തില്ലല്ലോ. CPI പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? CPIക്ക് മുന്നണിക്കകത്തോ ഗവൺമെൻറ്റിനകത്തോ എന്ത് വിലയാണുള്ളത്? മുന്നണിക്കകത്ത് തന്നെ ബിനോയ് വിശ്വം നേരിട്ട് പറഞ്ഞു ADGPയുടെ ചുമതലയിൽ നിന്നുള്ള ADGPയെ മാറ്റണമെന്ന്. പക്ഷേ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ മാറ്റാൻ കഴിയില്ല, അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ ശബ്ദം അവിടെ അവസാനിച്ചല്ലോ. പിന്നെ പ്രകാശ് ബാബു പറയേണ്ട എന്ത് കാര്യം? ഒന്നോ അവിടെ അപമാനം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ. CMന്റെ നിലപാട് കാരണം CPIക്ക് LDFനകത്ത് കറിവേപ്പിലയുടെ വില പോലും ഇല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ADGPയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പൂരം കലക്കിയ ADGP, പൂരം കലക്കിയത് BJP CPM അന്തർധാരയുടെ ഫലമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ്. അപ്പോൾ പൂരം കലക്കി CPIയുടെ ഒരു 2 സീറ്റുകളിൽ BJPയുമായി ധാരണ ഉണ്ടാക്കാൻ BJPയുടെ RSSന്റെ ഉന്നത നേതാക്കളെ കണ്ട ഈ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് CPI ഈ മുന്നണിയിൽ തുടരുന്നത്? ഈ RSS നേതാവിനെ കണ്ടത് ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ. മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടും അംഗീകാരത്തോടും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൊലപാതകാരോപണം മുതൽ പൂരം കലക്കിയ ആരോപണം വരെ ഉണ്ട് ADGPയുടെ പേരിൽ. ADGP കാരനാണ് CPIക്ക് തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നിട്ടും CPIക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പ്രതിപക്ഷം കളിയാക്കി ചോദിക്കാണ്. മതി, നിർത്ത്. സഹിക്കണേന് ഒരു പരിധി ഉണ്ട് കേട്ടാ. എല്ലാവർക്കും ഇട്ടുകൊട്ടാം. പാവം ഞങ്ങളുടെ CPI ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പാവത്തുങ്ങളുടെ ഒരു അഭിപ്രായത്തിനും CMയുടെ വില കൊടുക്കാറില്ലല്ലോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കരഞ്ഞും കയർത്തും ആരെന്ത് അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് ഒന്നേ പറയാനുള്ളൂ, ADGPക്കെതിരെ നടപടിയില്ല. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിലും കണ്ണുവെക്കണ്ട. നേരിട്ട് ലഭിച്ച പരാതികളിൽ പോലും അന്വേഷണം വേണ്ടെന്നാണ് ഇപ്പൊ വിജിലൻസിന്റെ നിലപാട്. വേറൊരു അന്വേഷണ സംഘം ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതിലൊക്കെ വിജിലൻസ് കൈകടത്തേണ്ട കാര്യമുണ്ടോന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാലും ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും മുഖ്യമന്ത്രിയുടെ മുന്നണിക്കകത്തുള്ളവരും ഒക്കെ എതിർപ്പ് നിന്നിട്ടും ഇപ്പോഴും ADGPക്കെതിരെ ഒരു വാഗമിണ്ടാത്ത മുഖ്യമന്ത്രിയുടെ തൊലിക്കട്ടി സമ്മതിക്കണം കേട്ടാ. നമ്മുടെ കോംറേഡ്സിന് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കി പുലിവാലി പിടിക്കാൻ നേരമുള്ളൂ. പുതിയ കോൺട്രിബ്യൂഷൻ P ജയരാജൻ വകയാണ്. കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നാണ് P ജയരാജന്റെ പുതിയ കണ്ടുപിടുത്തം. MVPEP ഇങ്ങനെ 3 ജയരാജന്മാരുണ്ട് കണ്ണൂരിൽ. 3 പേരും പല സമയങ്ങളിലായി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. EP ജയരാജൻ പിടിച്ച പുലിവാലിന്ന് കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി പാർട്ടി മുഖം രക്ഷിച്ച് നിൽക്കുമ്പോഴാണ് P ജയരാജൻ ഒരഭിമുഖം കൊടുക്കുന്നത്. പറഞ്ഞതാരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇത് കേരളാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയണം മുഖ്യന്റെ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്. ബാക്കി പറയും. കേരളത്തിൽ പൊതുവെ തീവ്രവാദ സംഘടനകളെ നല്ലതുപോലെ നിരീക്ഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കേട്ടോ അത്? യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ തീവ്രവാദ പ്രവർത്തനം അസാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ വന്നിട്ടുണ്ട്, ഉണ്ടായിരുന്ന ഉത്തരവാദിത്തം കളഞ്ഞ ആളാണ്. കുഴപ്പമില്ല, പറഞ്ഞു. ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ ഒരു ശത്രുവെ പോലെ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷങ്ങൾ. അല്ല സഖാവ്, ഇതൊക്കെ നാട്ടുകാർ കേട്ടാൽ ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യണത് ഇമ്പിളാണല്ലോ. അപ്പൊ സർക്കാർ ഇതൊന്നും അറിയണില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ? ഇനി കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനൊന്നും കണ്ടട്ടാ, പറഞ്ഞു. എൻ്റെ ഒരു അനുഭവം അതാണ്. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. അപ്പൊ പിന്നെ നമ്മുടെ സഖാവ് ഇങ്ങനെ പറഞ്ഞത് എന്താ? ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ റിസോർട്ടിന്റെ കാര്യം മൂപ്പര് കഴിഞ്ഞ യോഗത്തിൽ ഉന്നയിച്ചു എന്ന് പറയണത്.
ആ നിങ്ങളിപ്പോൾ പറഞ്ഞത് ആ ദേഷ്യം കൊണ്ടാണെന്ന് ആരെങ്കിലും പറയാവോ? അങ്ങനെ ഉള്ളിൽ മറ്റൊന്ന് വെച്ചിട്ടല്ലാതെ പ്രതികരണം എന്ന് തോന്നണ ആരെങ്കിലും ഉണ്ടാവോ? അയ്യവ റഹീം സഖാവെ, മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ PJ പറഞ്ഞതിലെ EP-യുടെ വിശദീകരണത്തിന്? സഖാവ് ഇപ്പൊ ഇതിൽ ആര് പറഞ്ഞതിനൊപ്പാണ്? ഇപ്പോഴുണ്ടായ കാര്യമല്ല, മുൻപ് കേരളത്തിലുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെയും പൊതുവിലുള്ള കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്താണ്. ആ പുസ്തകത്തിൻ്റെ സമഗ്രതയിൽ വന്നാലല്ലേ, പുസ്തകം മൊത്തത്തിൽ വായിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിയോജിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടത് പൊതുവിലുള്ള നിലപാടാണ്. അതിനെ നിങ്ങളീ പറഞ്ഞതുപോലുള്ള ഒരു നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ചില കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അവിടെ തൊട്ടില്ല ഇവിടെ തൊട്ടില്ല, നിങ്ങൾ ഗോവിന്ദ മാഷിനെ പഠിക്കാണ്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഞാൻ അല്പം നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇത് രണ്ടും ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്നതിനുള്ള സംഘടിതായ നീക്കമാണ്. പ്രമുഖനായ നേതാവ് പറഞ്ഞതിന് ഈ പാർട്ടിയിൽ നിന്ന് പ്രമുഖരായ മറ്റ് നേതാക്കളൊന്നും മിണ്ടിയിട്ടില്ല. ചിലരൊക്കെ പിന്നെ കുറച്ചു കാലമായിട്ട് മിണ്ടണേ ഇല്ലാലോ. പ്രതിപക്ഷത്തിൽ നിന്ന് ആർക്കൊന്നും പറയാനില്ലാവോ? കേരളത്തിന്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അതിൽ തന്നെ നമുക്കറിയാം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് CPM മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പറ്റിയ ആളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണല്ലോ. പറയൂ പ്രേമേട്ട. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അപ്പോസ്തലന്മാരായി വലിയ തോതിലുള്ള അപ്പീസ്മെന്റ് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണ് ഇപ്പോൾ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പര് പിന്നെ അങ്ങനെയാണ്. ചായ കുടിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചായയുടെ ചരിത്രം വരെ പറയുന്ന ആളാണ്. ഏതായാലും പറയട്ടെ, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്ന് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് P. ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാൽ ശരി, 19ന്റെ ക്ഷീണം മാറ്റാനുള്ള സ്ട്രാറ്റജിയാണെന്ന് അല്ല പ്രേമേട്ട? ഇത് ആരുടെ ബുദ്ധിയാണ് നിങ്ങൾ പറയണേ? P. ജയരാജനെ പോലെയുള്ള CPMന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് ISന്റെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം, പ്രസ്താവന ഇപ്പോൾ നടത്തിയതിന്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത CPMനുണ്ട്. അല്ല, ഇതിപ്പോ മൂപ്പരുടെ തലയിൽ മാത്രം ഒതുങ്ങൂന്നാണോ പ്രേമേട്ടൻ പറയണത്? തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ CPM പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം CPMനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയാൽ, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി CPM നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ട് സ്ട്രാറ്റജിയും പയറ്റിന്ന്, ഭക്ഷണത്തിന് മുമ്പൊന്ന് ശേഷം ഒന്ന് എന്ന് പറയണ പോലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്യാപ്സ്യൂളാണ് ഇതെന്ന്. ഏതാണ്ട് രണ്ടറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണല്ലോ എന്റെ ഭഗവാനെ ആ കഴുതക്ക് എൻ്റെ ഇങ്ങനെ ഒരു ബുദ്ധിമോശക്കേട് കാണിക്കാൻ തോന്നിയത്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. ഈ കലിപ്പോയിച്ച് യവന്മാര് മൂന്നുപേരും കൂടെ എന്തരൊക്കെ കാണിക്കുവോ എന്തോ. അല്ല പ്രേമേട്ടൻ പോയാ? നിങ്ങള് പാണക്കാട് പോയപ്പോ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? അങ്ങനല്ല. എന്തെല്ലാം സാറേ, ജയരാജൻ പറഞ്ഞത് അങ്ങനെയില്ലാന്നോ? അവരോരോ രാഷ്ട്രീയം തീരുമാനിച്ചിട്ട് ഓരോന്ന് വെച്ച് അതാത് സമയത്തേക്ക് യോജിച്ചത് ഇപ്പൊ ഭൂരിപക്ഷ വോട്ടാണ് കൊണ്ട് അതിനനുസരിച്ച് പ്രസ്താവന അതും ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാണ്. ആര്, നിങ്ങളോ അതോ ജയരാജൻ സഖാവോ? ഒരാൾ പറഞ്ഞതുകൊണ്ട് ഉള്ളതില്ലാതാവില്ലല്ലോ. എന്തെങ്കിലും ആ തരത്തിലുള്ള തീവ്രവാദ സമീപനം കേരളത്തിൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ശക്തമായി എതിർക്കാൻ പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ശാബ്ദങ്ങളുടെ കാലത്ത് ഇതിലിപ്പോൾ തതുക്കലി ശാബ്ദങ്ങളുടെ കാലത്ത് മുഖ്യധാരയിൽ മുന്നിട്ടിറങ്ങാൻ ഞങ്ങളുണ്ട്. അപ്പൊ ജയരാജൻ സഖാവ് പറഞ്ഞ പോലെ വല്ലതുണ്ടെങ്കിൽ അതിനെ നേരിടാൻ മുന്നിട്ടിറങ്ങുന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയണത്. ഇനി ജയരാജൻ സഖാവ് പറഞ്ഞതിനെ എതിർത്തോ അനുകൂലിച്ചോ ജയരാജന്റെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിൽ ആകെ പ്രശ്നമാണ്. എന്റെ മന്ത്രി കസേര ആർക്കും കൊടുക്കൂല എന്ന് AK ശശീന്ദ്രൻ. ശരി, ആ കസേര എനിക്കൊന്ന് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് തോമസ് K. തോമസ്. വാട്ട് എ പിറ്റി. NCPയിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി പണ്ട് കരാറുണ്ടാക്കിയെന്നും AK ശശീന്ദ്രന് 2.5 വർഷം വരെ മന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് ടോക്ക്. തമ്മിത്തല്ല് രൂക്ഷമായപ്പോൾ ഇരുപക്ഷത്തെയും ശരത് പവാർ ചർച്ചയ്ക്ക് വിളിച്ചു. ഇത്തവണ എങ്ങനെയാ തോമസ് ഏട്ടാ, മന്ത്രിയായിട്ടാണോ തിരിച്ചു വരവുണ്ടാവുക? ശരത് പവാറല്ലേ തീരുമാനിക്കണ്ടേ. തോമസ് K. തോമസിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനൊക്കത്തില്ല.
കൊച്ചു കള്ളൻ. ഇപ്പൊ മുഖത്തൊരു തെളിച്ചൊക്കെ ഉണ്ട്. എന്തോ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? അല്ല, ഞാൻ ആദ്യം മുതൽ ഒരേ സ്റ്റാൻഡിലാണല്ലോ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അതെല്ലാം സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ ഇത് വേണോ വേണ്ടയോ തരണോ തീരുമാനിക്കേണ്ടത് ശരത് പവാർജിയാണ്. അതിപ്പോൾ നാളെ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാ പത്രങ്ങളിലും മീഡിയകളിലും എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറച്ചു മാസം മുമ്പേ പറഞ്ഞത് എന്തായിരുന്നു? മന്ത്രി കസേരയിൽ ഒരാള് 2 വർഷം, അത് കഴിഞ്ഞാൽ അടുത്ത ആള്, അങ്ങനെ പറഞ്ഞ് കൈ കൊടുത്തു എന്നല്ല അന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരുന്ന സമയം വേറെയാണ്. ഏകദേശം ഒരു 3-4 മാസം മുമ്പാ. ഇന്ന് എനിക്ക് പാർട്ടിയിലുള്ള അംഗീകാരം വേറെ സ്റ്റൈലാണ്. അല്ല, വേറെ സ്റ്റൈലാണ്. ഇന്ന് പാർട്ടിയല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ വന്ന് നിങ്ങൾ തന്നെ കണ്ടല്ലോ. ഇതിനു മുമ്പ് പല മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ഉള്ളവർ തന്നെ. അത് പിന്നെ ഈ ജില്ലാ പ്രസിഡന്റാണ് ഇവിടെ തന്നെ ആദ്യമായിട്ട് മീറ്റിങ്ങിന് വിളിച്ചു വെക്കി. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. അന്ന് കണ്ട തോമസ് കെ തോമസ് അല്ല ഇപ്പൊ കാണുന്നതെന്നാണ് മൂപ്പര് പറയുന്നത്. വാട്ട് ഈസ് ദിസ്? ഒന്നുമേ പുരിയില്ലേ? അത്തരത്തിലൊരു കരാറുണ്ടായിരുന്നു സാർ, 2 വർഷം 2.5 വർഷം. അറിയില്ല, അങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ 2.5 വർഷം വീതം. വിഷയം അറിയില്ല. മന്ത്രിസ്ഥാനം പോവാൻ ചാൻസ് ഉണ്ടെന്ന് വാർത്ത വന്നപ്പോ തുടങ്ങിയതാ ഈ ശശീന്ദ്രൻ സാറിന് ഇങ്ങനെ വല്ലാത്തൊരു മറവി. വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ഓർമ്മിച്ചരാം. നേരത്തെ 2.5 വർഷം ധാരണ ഉണ്ടായിരുന്നു. ഇത്തവണ ഷഫിൾ ചെയ്യുമ്പോൾ ആ ധാരണ പാലിക്കും താങ്കൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, പ്രതീക്ഷയല്ലല്ലോ, തരണമല്ലോ. കാരണം അത് കേന്ദ്ര നേതൃത്വം തന്നെ അതിനകത്ത് ആവശ്യപ്പെടണ്ടേ. ശരത് പവാർ വേണം ആവശ്യപ്പെടാനായിട്ട്. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന് കയറിയവരല്ലേ. എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് AK ശശീന്ദ്രൻ കൈമലർത്തിയാലും ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാണ് തോമസ് കെ തോമസിന്റെ ആവശ്യം. തന്റെ എല്ലാ ആവശ്യങ്ങളും ശരത് പവാർ വിളിച്ച യോഗത്തില് മൂപ്പര് പറയുമെന്നാണ് പറയണത്. 2 കൂട്ടരും കൂടി കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്തിയിട്ട് നാളത്തെ യോഗം എന്താവോ എന്തോ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇന്ന് നാളെ കാണും. നന്ദി, നമസ്കാരം.